അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അക്കൗത്തങ്ങളെ ഞാൻ സമ്മതിച്ച് വോയിസ് ഞാൻ കേട്ട്. നമ്മുടെ സമുന്നതരായിരിക്കുന്ന നേതാക്കന്മാർ, അവസാനത്തെ വാക്കായ നമ്മുടെ സമുന്നതരായിരിക്കുന്ന നേതാക്കന്മാരുടെ തീരുമാനം എല്ലാവരും കേട്ടില്ലെന്നാണ്. അവസാനത്തെ വാക്ക് നിങ്ങളത് ചില വ്യക്തികളാണെങ്കിൽ ഞങ്ങളത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. ഇത് എത്ര വട്ടം പറഞ്ഞതാ? 100 വട്ടം പറഞ്ഞതാ. ഞങ്ങളുടെ അവസാന വാക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറയാണ്, അല്ലാണ്ട് വ്യക്തികളല്ല. വ്യക്തികൾക്ക് ഞങ്ങൾ യാതൊരു സ്ഥാനം കൽപ്പിക്കുന്നില്ല. വ്യക്തികളായത് എങ്ങനെയാണ്? ഞങ്ങളാണ് അവർക്ക് വ്യക്തിത്വം നൽകിയത്. അവർക്ക് വ്യക്തിത്വവും പ്രതാപവും ബഹുമാനവും ആദരവും നൽകിയത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പ്രവർത്തകരുമാണ് അവരെ വ്യക്തികളാക്കിയത്. അതല്ലെങ്കിൽ കേവലം അവർ സാധാരണക്കാരാണ്. അവർക്ക് വ്യക്തിത്വം ഉണ്ട് എങ്കിൽ ആ വ്യക്തിത്വം ഉണ്ടാക്കി കൊടുത്തത് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണ് എന്നുള്ളത് സാന്ദർഭികമായി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങളോട് മാത്രമല്ല, നിങ്ങളെപ്പോലത്തെ ചിന്താഗതികളുള്ള മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായിരിക്കുന്ന സജ്ജനങ്ങളായിരിക്കുന്ന ആളുകൾക്ക് അവസാന തീരുമാനം എന്ന് പറയുന്നത് പണ്ഡിത സഭയാണ്, മുശാവറയാണ്. മുശാവറയേക്കാൾ വലിയ ഒരു കോർഡിനേഷനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തട്ടിക്കൂട്ട് കമ്പനിയോ ഞങ്ങൾ വിശ്വസിക്കുകയില്ല, ഞങ്ങളത് അംഗീകരിക്കുകയില്ല എന്ന് തന്നെയാണ് ആണയിട്ട് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, പ്രശ്നം തീർന്നതിന് ശേഷം നമുക്ക് സമ്മേളനവുമായിട്ട് ആലോചിക്കാം. സമ്മേളനം എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് സമ്മേളനം എന്നല്ല ഇവിടെ വലിയ കാര്യം. സമ്മേളനം നടത്തിയിട്ടില്ലെങ്കിൽ കുറച്ച് കുഴപ്പമില്ല, സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കും എന്ന് നിങ്ങൾ അടിക്കടി പറഞ്ഞിരുന്നു. എന്നിട്ട് തഹിയ്യ ഫണ്ടിലേക്ക് സഹകരിക്കാൻ വരട്ടെ, പ്രശ്നം പരിഹരിക്കട്ടെ. ജാരിയ ഫണ്ടിലേക്ക് സഹകരിക്കാൻ വരട്ടെ, പ്രശ്നം പരിഹരിക്കട്ടെ. പരിശുദ്ധമായ റമദാൻ ഷരീഫിൽ നടക്കുന്ന സഹചാരിയുടെ ഫണ്ട് സഹകരിക്കാൻ വരട്ടെ, പ്രശ്നം പരിഹരിക്കട്ടെ എന്ന് 40 വട്ടം നിങ്ങൾ വോയിസ് മെസ്സേജിലൂടെ, ഞാൻ നേരത്തെ എൻ്റെ ക്ലിപ്പിൽ പറഞ്ഞതുപോലെ, ഒരു ദിവസം 12ഓളം വോയിസുകൾ ഗ്രൂപ്പുകളിൽ മുഴുവൻ ഫോർവേഡ് ചെയ്ത് അതിൽ പിന്നെ സമസ്ത വിരോധികളായിരിക്കുന്ന ആളുകളിലേക്ക് മുഴുവനും അതിൻ്റെ സന്ദേശം എത്തിച്ച് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും അതിൻ്റെ സാദാത്യങ്ങളെയും അതിൻ്റെ പണ്ഡിതന്മാരെയും തേജോവധം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സമയവും സന്ദർഭവും സമ്പത്തും നെറ്റും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇപ്പൊ പറഞ്ഞു വരികയാണ് എന്ത്? സമ്മേളനം ഞങ്ങൾ വിജയിപ്പിക്കും. ആരാണ് ഉറക്കത്തിൽ നെറ്റി ഉണർന്നത്? ഞങ്ങളില്ലാത്തൊരു സമ്മേളനം ഇവിടെ നടക്കാൻ പറ്റൂല. അത് ഞങ്ങളുടെ എല്ലാ നിലക്കുള്ള അഭിമാനത്തെയും പിച്ചു ചീന്തും. ഞങ്ങൾ ഇക്കണ്ട കാലം എത്രയും ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്തതായിരിക്കുന്ന അന്തസ്സും അഭിമാനം നഷ്ടപ്പെടുമെന്നുള്ള മനഃപൂർവ്വം ബോധമുണ്ടായപ്പോൾ പ്രശ്നം പരിഹരിച്ചിട്ട് നമുക്ക് സഹകരിക്കാമെന്ന് പറഞ്ഞ ആൾക്കാർ പ്രശ്നം പരിഹരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രശ്നം അവിടെ ഭാഗത്ത് നിൽക്കട്ടെ, സമ്മേളനം അവിടെ മൂക്കിൻ്റെ താഴെത്തിയിട്ടുണ്ട്, അത് ഞങ്ങൾ വിജയിപ്പിച്ച് അത് ഞങ്ങളും അതിൽ ഞാൻ ആലിമുപ്പൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ട് കയറിക്കൂടിയപ്പോൾ ഇതിൽ മാർഗമുള്ളൂ. ബഹുമാനപ്പെട്ട ഉമർ ഫൈദ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഉമർ ഫൈസി പറഞ്ഞു, കനാനിങ്ങളെ കയറിക്കോളി, ഞങ്ങളുടെ കപ്പലിൻ്റെ പോണു. സത്യത്തിൽ അതെല്ലാം ഉണ്ടായത്. എന്നിട്ട് യൂട്ടൺ അടിച്ചിട്ട് പറയാനെന്ത്? ഈ സമ്മേളനം ഞങ്ങൾ വിജയിപ്പിക്കും. നമ്മുടെ സമുന്നതരായിരിക്കുന്ന നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് സമ്മേളനം വിജയിപ്പിക്കാണ്. ആദ്യം പൊതുസമൂഹത്തോട് ഞങ്ങൾ ഇക്കണ്ട കാലം എത്രയും വിശ്വസിച്ചതും പറഞ്ഞതും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനങ്ങൾ അനുസരിക്കാതെ പോയതും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തഹിയ്യ ഫണ്ടിനെ നിരുത്സാഹപ്പെടുത്തിയതും അതിലേക്ക് സഹകരിക്കരുത് എന്ന് പറഞ്ഞതും ജാരിയെ നിങ്ങൾ വിജയിപ്പിക്കരുത് എന്ന് പറഞ്ഞതും സഹചാരിയുമായിട്ട് സഹകരിക്കരുത് എന്ന് പറഞ്ഞതൊക്കെ തിരുത്തി ജനങ്ങളോട് ആദ്യം പറ. അത് അല്ലെങ്കിൽ ഊളുപ്പ് എന്ന് പറഞ്ഞ 3 അക്ഷരം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതുമായിട്ട് നിങ്ങൾ ഇക്കണ്ട കാലം വരെ നിങ്ങൾ വിട്ടുനിന്നതുപോലെ തന്നെ 100-ാം വാർഷികവുമായിട്ട് നിങ്ങൾ വിട്ടു നിൽക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മക്കള് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഞങ്ങൾ കാണിച്ചു തരാം സമ്മേളനം ഞങ്ങൾക്ക് എങ്ങനെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന്. എന്നിട്ട് ഞാനും മാലിമൂപ്പൻ്റെ ആളാന്നും പറഞ്ഞിങ്ങോട്ട് വന്നിക്ക. ഈ പറഞ്ഞ ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, സമുന്നതരായിരിക്കുന്ന നേതാക്കന്മാർ എന്ന് നിങ്ങൾ പറയുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്ക്, ജാരിയയിലേക്ക് നിങ്ങൾ എന്ത് നൽകി? നിങ്ങളുടെ മഹല്ലും നിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളും നിങ്ങൾ നടത്തുന്ന മദ്രസകളും നിങ്ങളുടെ അംഗീകാരത്തിലുള്ളതുമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മദ്രസകളിൽ നിന്നും മഹല്ലുകളിൽ നിന്നും ജാരിയയും അതുപോലെ തന്നെ തഹിയ്യയും നിങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് 1 രൂപയും 2 രൂപയും നൽകി
ആ മഹത്തായിരിക്കുന്ന സംവിധാനത്തിനെ അഥവാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയപ്പെടുന്ന മഹൽ പ്രസ്ഥാനത്തിനെ അവഹേളിക്കാൻ വേണ്ടി, വഷളാക്കാൻ വേണ്ടി, ജനമധ്യത്തിൽ അതിനെ താറടിക്കാൻ വേണ്ടി കൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും പ്രവർത്തനം ചെയ്തത്? ഇതൊക്കെ പൊതുസമൂഹം കണ്ടിട്ടില്ലേ? എന്നിട്ട് ഇപ്പോൾ ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കിയിട്ട് സമ്മേളനം മുഴുവൻ ഞങ്ങളാണ് പിന്നെ കൊണ്ടു നടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഏട്ടിലുണ്ടാവും, പക്ഷെ പാട്ടിനുണ്ടാവില്ല. പാട്ടില് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നെഞ്ചേറ്റിയതായിരിക്കുന്ന ഞങ്ങളെ സകലമാന പണ്ഡിതന്മാരും ആ സമ്മേളനം നയിക്കുകയും അതിൻ്റെ പിന്നണിയിലായിക്കൊണ്ട് ഞങ്ങളുടെ പ്രഭാഷകരും അതുപോലെ തന്നെ ഞങ്ങളുടെ യുവ പണ്ഡിത നിരയും അതിൻ്റെ പുറകിലുണ്ടാവും. അതിൻ്റെ പുറകിൽ ഞങ്ങൾ സാധാരണക്കാരായിരിക്കുന്ന പ്രവർത്തകരും ഉണ്ടായി. സമ്മേളനം ഞങ്ങൾ ഭംഗിയായി കൊണ്ടത് വിജയിപ്പിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ സന്ദേശം ലോകമൊട്ടാകെ പ്രചരിപ്പിക്കാൻ ഞങ്ങൾ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ എക്കോ തങ്ങളടക്കമുള്ളതായിരിക്കുന്ന മുനാഫിക്കങ്ങളായിരിക്കുന്ന കപട വിശ്വാസികളോട് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.